നമസ്കാരം. മരണം സ്വയം തിരഞ്ഞെടുത്തത് എന്തിന്? പണം നൽകിയ ആഡംബരമൊക്കെ പടിയിറങ്ങിയിരിക്കുന്നു. തനിക്ക് ലഭിക്കാനുള്ള പണത്തെക്കുറിച്ചും നൽകാനുള്ളതിനെക്കുറിച്ചുമൊക്കെ സ്വന്തം കൈപ്പടയിൽ എഴുതി എല്ലാം ഭാര്യയ്ക്ക് അറിയാമെന്നുള്ള വെളിപ്പെടുത്തലോടെ ഡോക്ടർ CJ റോയ് മരണത്തിലേക്ക് കാലെടുത്ത് വെച്ചത് എന്തിനായിരുന്നു? ആത്മഹത്യ എന്ന് പറയപ്പെടുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റോയുടെ ആത്മഹത്യാ കുറിപ്പിപ്പോൾ നിർണായകമാകുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള CJ റോയ്, CJ റോയുടെ മരണത്തിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവായി മാറുവാൻ അദ്ദേഹം എഴുതി എന്ന് പറയപ്പെടുന്ന ആത്മഹത്യാ കുറിപ്പ്, അത് ചിലപ്പോൾ വലിയ വഴിത്തിരിവായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതീവ വികാര നിർഭരമായിട്ടുള്ള കുറിപ്പിൽ തൻ്റെ വിയോഗത്തിന് ശേഷം ബിസിനസ് സാമ്രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിനകത്ത് അദ്ദേഹം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് റോയുടെ മരണമൊഴി എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറിപ്പിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. താൻ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കുന്നതിൽ കുടുംബാംഗങ്ങളോട് അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ വെറുമൊരു വികാര പ്രകടനം എന്നതിലുപരി തൻ്റെ അഭാവത്തിൽ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആർക്കൊക്കെ ആയിരിക്കണമെന്നും പിൻഗാമികൾ ആരെല്ലാം ആയിരിക്കണമെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനൊപ്പം വിശ്വസ്തരായി നിൽക്കുന്ന ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒരു കാരണവശാലും തഴയരുതെന്ന് അദ്ദേഹം പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിസിനസ് രംഗത്തെ തൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ കഠിനാധ്വാനത്തെ കുറിപ്പിൽ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും കുറിപ്പിനകത്തുണ്ട്. തനിക്ക് ലഭിക്കുവാനുള്ള പണത്തെക്കുറിച്ചും നൽകാനുള്ളതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. സാമ്പത്തിക രഹസ്യങ്ങളെക്കുറിച്ച് തൻ്റെ ഭാര്യയ്ക്ക് പൂർണ്ണമായ അറിവുണ്ടെന്ന് റോയ് കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു. മുൻപ് നടന്ന ഒരു അഭിമുഖത്തിലും തൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഭാര്യയുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ റോയിയുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മരണത്തിന് തൊട്ടു മുൻപ് നടന്ന ആദായ നികുതി റെയ്ഡും അതിനുണ്ടായ സാഹചര്യങ്ങളും ഈ കുറിപ്പിലെ വിവരങ്ങളുമായിട്ട് ചേർത്ത് പോലീസ് പരിശോധിച്ചു വരുന്നു. കത്തിൽ പറയുന്ന കാര്യങ്ങൾ സാമ്പത്തിക രേഖകളുമായിട്ടൊക്കെ ഒത്തുനോക്കുന്നതോടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. പക്ഷെ അപ്പോഴും മരണം സ്വയം തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്നും പണം നൽകിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പണം ലഭിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചു എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വളരെ വികാര നിർഭരമായിട്ട് പറയുന്ന കുറിപ്പിൽ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് തൻ്റെ കുടുംബത്തോട് ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്നു. ഒരു കുടുംബാംഗങ്ങളോട് അദ്ദേഹം നൽകുന്ന മാപ്പ് എന്ന് പറയപ്പെടുന്നത് വെറും ഒരു വികാര പ്രകടനം എന്നതിലുപരി തൻ്റെ അഭാവത്തിൽ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആർക്കൊക്കെ നൽകണമെന്നുള്ളതൊക്കെ അദ്ദേഹം അതിനകത്ത് കുറിച്ചു വെച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ. അപ്പോൾ ഒരു വികാര പ്രകടനത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് മാപ്പ് അപേക്ഷിക്കുമ്പോഴും ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത യാത്രയാണ് എന്ന് അദ്ദേഹം എന്തുകൊണ്ട് കരുതിയില്ല? അല്ലെങ്കിൽ തിരികെ വന്ന് ഈ കുടുംബത്തിനെ കാണാമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അപ്പോൾ ഏറെ വേദന ഉളവാക്കുന്ന ഒരു കാര്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങി പോവുക എന്നുള്ളതാണ്. അതായത് പണം കൊണ്ട് നേടിയെടുത്ത വല്ലാത്ത അദ്ദേഹത്തിൻ്റെ ആഡംബരങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം തന്നെ പടിയിറങ്ങി പോകുന്നു. അപ്പോഴും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കാത്തത്? ആത്മഹത്യ എന്ന് പറയുന്നത് മാത്രമാണോ ഇദ്ദേഹത്തിന് ഒരു പോംവഴിയായി തോന്നിയത്? ഇങ്ങനെ പല ചോദ്യങ്ങളും റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഉയരുന്നുണ്ട്. കുടുംബത്തെ അനാഥമാക്കിയതുപോലെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെ, സ്ഥാപനത്തെ അനാഥമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ മരണത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്നും പുറത്തേക്ക് വരേണ്ട മറ്റു പല രഹസ്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ എന്നും കൂടെ കാണണമെന്നും എല്ലായ്പ്പോഴും ഇവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നും കരുതുന്ന തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് മരണത്തെ പുൽകാൻ കാരണം? അപ്പോൾ നമുക്കാർക്കും ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത, ചിലപ്പോൾ പറയാൻ കഴിയാത്ത, ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാത്ത കാരണങ്ങളായിരിക്കാം അതിന് പിന്നിൽ. പക്ഷേ കള്ളപ്പണ ഇടപാടുകളുടെ അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യൻ ബന്ധങ്ങളുടെയൊക്കെ മറവിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്.
എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ രഹസ്യങ്ങളടക്കം പുറത്തു വരേണ്ടതാണ്. മരിക്കാൻ അല്ലാതെ, മരണമല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന് തോന്നണമെങ്കിൽ അത്രത്തോളം കടുത്ത നടപടികളായിരിക്കാം അത്. അല്ലെങ്കിൽ അദ്ദേഹം പെട്ടുപോയ ഏറ്റവും വലിയ ദുരന്തങ്ങളായിരിക്കാം. ഇല്ലെങ്കിൽ സ്വയം ഇങ്ങനെ മരണത്തെ പുൽകാൻ അദ്ദേഹം ആ വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഒരു കാര്യം ഉറപ്പായിരുന്നു, അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു. പക്ഷെ ആ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചതിന് പിന്നിലെ രഹസ്യങ്ങൾ, നിഗൂഢതകൾ എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും.